കമ്പനിയുടെ ഇന്റർനാഷണൽ ടീം കോർഡിനേറ്ററാണ്. അതോടൊപ്പം തന്നെ അതിന് കഴിഞ്ഞ ദിവസം ഒരു റേഞ്ചർ റോവർ എന്ന വണ്ടി അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. 6,000 രൂപയുടെ ശമ്പളം കൊണ്ടാണ് ഒരു 4 ആളുകൾ ജീവിച്ചു പോകേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വേസ്റ്റ് കൊണ്ടു തന്ന വ്യക്തിയോട് നന്ദിയൊന്നും അന്നുണ്ടായിട്ടില്ല. അവൻ വീണ്ടും എൻ്റെ വീട്ടിലേക്ക് വന്നു, ഒരു മീറ്റിങ്ങിന് ക്ഷണിച്ചു. ആ മീറ്റിങ്ങിൽ ഞായറാഴ്ച കണ്ണൂരേക്കാണ് ക്ഷണിച്ചത്. പക്ഷെ ഞാൻ അന്ന് കുടുംബശ്രീയുടെ സെക്രട്ടറിയും ADSന്റെ സെക്രട്ടറിയും PTA പ്രസിഡന്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ആ ഞായറാഴ്ച വലിയ തിരക്കുള്ള ദിവസമാണ്. അന്നാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അങ്ങനെ അവൻ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ എത്രത്തോളം ആ പ്രോഗ്രാമിന് പോകാതിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തി. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് തന്ന പേസ്റ്റ് ഞാൻ വീണ്ടും വാങ്ങി ഒരു 3,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങി എൻ്റെ വീടിനടുത്തുള്ള ആളുകൾക്കൊക്കെ കൊടുത്തു. ആ കൊടുത്ത സമയത്ത് എനിക്ക് കമ്പനി തന്ന ആദ്യത്തെ വരുമാനമാണ് റീറ്റെയിൽ പ്രോഫിറ്റ്. കാരണം ജോമോൻ പേസ്റ്റ് കൊണ്ടു തന്നു, ജോമോൻ എൻ്റെ കൂടെ വന്നു, എന്നെ സഹായിച്ചു. പക്ഷെ വരുമാനം എനിക്ക് തന്നു. ഇതാണ് ഞാൻ അതിൽ കണ്ട ഏറ്റവും വലിയ പോസിറ്റീവ്. കാരണം നമ്മളെ കൂടെ വരുന്ന അപ്ലൈ ലീഡർ നമുക്ക് വേണ്ടി എന്താ പറയുക, ഊണും ഉറക്കവും ഒഴിഞ്ഞ് വെയിൽ നോക്കാതെ മഴ നോക്കാതെ നമ്മൾ വിജയിക്കണം എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ അപ്ലൈ ലീഡർ. പക്ഷെ നമ്മൾക്ക് അവരെ തുടക്കത്തിലൊന്നും ഇഷ്ടമാവില്ല. കാരണം ജോമോൻ എന്നും എന്നോട് പറയും, സുലേച്ചി നമുക്ക് കുറച്ച് ആളുകളെ കാണണം, പ്രോഗ്രാമിന് വരണം. ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് പക്ഷെ പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്യും, അതിന്റെ ലാഭം മേടിക്കും, വീണ്ടും റീപർച്ചേസ് ചെയ്യും. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ജോമോൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാതിരുന്നപ്പോൾ ജോമോൻ അതിന്റെ മേലെയുള്ള ഒരു അപ്ലൈ ലീഡറെ കൂട്ടി എൻ്റെ വീട്ടിലേക്ക് വന്നു. അങ്ങനെയാണല്ലോ നമ്മളെ സാധാരണ ചെയ്യാറ്. അപ്പം ജോമോൻ കൂട്ടിക്കൊണ്ടുവന്ന അപ്ലൈ ലീഡർ പ്രേഷ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനാണ് അന്ന് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ. പക്ഷെ ഇന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, അദ്ദേഹം അന്ന് എൻ്റെ നാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു NTC റാങ്കിലാണ്. ഒരു I-20 വണ്ടിയിലായിരുന്നു വന്നത്. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഒറ്റയ്ക്ക് പണിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് എന്തൊക്കെ നേടാൻ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് എനിക്ക് ഒന്നും നേടാൻ പറ്റില്ല എന്ന് അറിയാം സാറേ, പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ല. എന്നാൽ എന്നോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് വലിയൊരു ഓപ്ഷനാണ്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ 3 തലമുറ ജീവിക്കാനുള്ള ഒരു വരുമാനം ഈ കമ്പനി തരും. അതിന് നിങ്ങളൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ആ വ്യക്തിയുടെ നിർബന്ധപ്രകാരം ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. കാരണം ഈ ബിസിനസ്സിൽ വരുന്ന ഓരോ വ്യക്തികൾക്കും എത്രത്തോളം പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുവോ അത്രത്തോളം നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കും, നമ്മുടെ വരുമാനം വർദ്ധിക്കും, നമ്മുടെ റാങ്ക് വർദ്ധിക്കും. ഇതൊക്കെ നമുക്ക് നേടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പ്രോഗ്രാം സെന്റർ. പക്ഷെ പല ആളുകളും പ്രോഗ്രാമിലേക്ക് വിളിക്കുമ്പോൾ നമ്മളെ ലീഡേഴ്സ് പോലും എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ ഈ പ്രോഗ്രാം സെന്ററിൽ എത്താനായിരിക്കും കുറച്ച് സമയം എടുത്തിരിക്കുന്നത്. എന്നാൽ ആദ്യമായിട്ട് ഞാൻ കണ്ണൂര് ജോമോന്റെ കൂടെ പോയി അവിടെ ഇരുന്നു, കാര്യങ്ങളൊക്കെ കേട്ടു. കുറെ ആളുകൾ എക്സ്പീരിയൻസ് പറയുന്നു, കുറെ ആളുകൾ സാധാരണക്കാരാണ്, അവർ വന്ന് നേടിയ കാര്യങ്ങൾ പറയുന്നു. അന്ന് ആ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്തത് ഇന്ന് നമ്മുടെ സൺ ഇന്റർനാഷണൽ ടീമിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മെന്റർ ആയിട്ടുള്ള MS പ്രസാദ് സാറിന്റെ ഒരു കൺക്ലൂഡിങ് സെഷൻ എനിക്ക് കേൾക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചു. അവിടെ വെച്ച് സാറ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ചപ്പോൾ 6,000 രൂപ ജോലി ചെയ്യുന്ന സുലോചന ഒരു മാസം പണിക്ക് പോകാതിരുന്നാൽ ആ 6,000 രൂപ ഒരിക്കലും ആ ഓഫീസിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരില്ല. അതുവരെ ഞാൻ ചിന്തിച്ചത് എന്താവുന്ന 55 വയസ്സ് വരെ എനിക്ക് അവിടെ പണിയെടുക്കാം, പെൻഷൻ കിട്ടും, ഈ ശമ്പളം കൂടി ഒരു 10,000 രൂപ മാസം കിട്ടും. ഇതൊക്കെയായിരുന്നു എൻ്റെ സ്വപ്നം. പക്ഷെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്ക് പണിയെടുത്താൽ ആ പണിയെടുക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ആ വരുമാനം ഉണ്ടാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ ആ വരുമാനം ചെയ്യാതെ ഇരുന്നാൽ നിങ്ങളുടെ കുടുംബത്തിന് എന്തുണ്ട് നിങ്ങൾ മാറ്റിവെച്ച്. ഈ ചോദ്യമാണ് ലീഡേഴ്സ് എന്നെ ഒരു തിരിച്ചറിവുള്ള വ്യക്തിയാക്കി മാറ്റിയത്. എന്നെ കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മളെ കുടുംബത്തിൽ ഒരാൾ പണിയെടുക്കുന്നുണ്ട്, അദ്ദേഹം വരുമാനം കൊണ്ട് തരുന്നുണ്ട്, ആ വരുമാനത്തിൽ ഒതുങ്ങി നമ്മൾ ജീവിക്കുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം അദ്ദേഹം കൊണ്ടിരുന്ന വരുമാനം നിലച്ചാൽ എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇതിൽ എന്തോ പ്രത്യേകതയുണ്ട്. അല്ലാതെ കണ്ട് ഇങ്ങനെ ഒരു വ്യക്തി പച്ചക്ക് കാര്യങ്ങൾ പറയില്ല. ഇന്ന് വരെ ഒരു വ്യക്തികളും അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഒരാളും പറഞ്ഞിട്ടില്ല, സുലോചന ഈ ജോലി കൊണ്ട് നീ രക്ഷപ്പെടില്ല, നീ എന്തെങ്കിലും ഒരു അധിക വരുമാനത്തിന് വേണ്ടി ശ്രമിക്കണം എന്ന് എൻ്റെ നാട്ടിലോ എൻ്റെ കുടുംബശ്രീയിലോ അല്ലെങ്കിൽ എൻ്റെ പഞ്ചായത്തിലോ ഒരാളും എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇദ്ദേഹം പറയുമ്പോൾ ഞാൻ
ചിന്തിച്ച് ഇതിനെന്തോ ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് എന്തായാലും കുറച്ച് ആളുകളെ കാണാനുള്ള തീരുമാനമെടുത്തു. എന്നെ പോലുള്ള കുറച്ച് ആളുകളെ പരിചയപ്പെടുത്തി. കുറെ ആളുകൾ റിജക്ട് ചെയ്തു, കുറച്ച് ആളുകൾ പ്രൊഡക്റ്റ് വാങ്ങി, കുറച്ച് ആളുകൾ മീറ്റിങ്ങിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ പിന്നീട് അങ്ങോട്ടുള്ള ഞായറാഴ്ചകളിലെല്ലാം ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓരോ ട്രെയിനിങ് GTS, FSS, അതുപോലെ അത് കഴിഞ്ഞ് ഒരു RTP അറ്റൻഡ് ചെയ്യാൻ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അങ്ങനെ വയനാട്ടിൽ വെച്ച് ഞാൻ ഒരു RTP അറ്റൻഡ് ചെയ്തു. അവിടെ വെച്ച് ഇന്ന് ക്രൗൺ ഡയമണ്ട് ആയിട്ടുള്ള മുബീൻ മുഹമ്മദ് സാറിന്റെ ഒരു കൺക്ലൂഡിങ് സെഷനിൽ ഞാൻ എടുത്തൊരു തീരുമാനമാണ് ഇന്ന് എന്നെ ഈ ലെവലിലേക്ക് എത്തിച്ചത്. കാരണം ഈ ബിസിനസ്സിൽ നമ്മളെ അപ്ലൈ ലീഡേഴ്സും നമ്മുടെ കമ്പനിയും നമ്മുടെ പ്രൊഡക്റ്റും എല്ലാം നമുക്ക് ഓക്കെ ആണെങ്കിലും നമ്മൾ ഓക്കെ ആവുക എന്നതാണ് ആദ്യത്തെ സക്സസ്. ആ ഓക്കെ ആവാത്ത ഒരു വ്യക്തിക്കും ഈ ബിസിനസ്സിൽ ഒന്നും നേടാൻ പറ്റൂല. കാരണം അപ്ലൈ ലീഡേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യും, അവര് ജീവൻ കൊടുത്തും നമുക്ക് സപ്പോർട്ട് ചെയ്യും. പക്ഷേ തീരുമാനം എടുക്കേണ്ടത് നമ്മൾ. അങ്ങനെ ഞാൻ ആ വേദിയിൽ വെച്ചൊരു തീരുമാനമെടുത്തു. 12 വർഷമായി ചെയ്ത ജോലി ഇനി ഞാൻ ചെയ്യില്ല. അവിടെ വെച്ച് ഞാൻ റിസൈൻ ചെയ്തു, ചെയ്യണമെന്ന് തീരുമാനിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ മൈ ലൈഫ് അല്ലാതെ വേറൊരു തൊഴിൽ ചെയ്യില്ല എന്ന് തീരുമാനമെടുത്ത്. ഒരുപക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ രക്തം O പോസിറ്റീവ് എന്ന രക്തമാണ്. പക്ഷെ തിരിച്ച് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ MI ലൈഫ് സ്റ്റൈലിന്റെ രക്തമാണ് എൻ്റെ ശരീരത്തിൽ കയറിയത്. ആ കയറിയത് കൊണ്ട് തന്നെ എൻ്റെ നാട്ടിലേക്ക് വന്നു. ഞാൻ കുടുംബശ്രീയിൽ പറഞ്ഞു, ഓഫീസിൽ പറഞ്ഞു, വീട്ടിൽ പറഞ്ഞു, ഇനി ഞാൻ ശ്രേയസിൽ ജോലി ചെയ്യില്ല. അപ്പൊ വീട്ടിൽ പ്രശ്നം തുടങ്ങി. കാരണം നമ്മളെല്ലാവരും വീട്ടിൽ തുടക്കത്തിൽ അങ്ങനെയാണല്ലോ, നമ്മുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്. എൻ്റെ മോള് പ്രശ്നമാക്കി, അമ്മ കരയാൻ തുടങ്ങി. അതുപോലെ അയൽവക്കക്കാര് പറഞ്ഞു, കുടുംബശ്രീക്കാര് പറഞ്ഞു, എൻ്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞു. ഇങ്ങനെ കോട്ടും സ്യൂട്ടും വാടകയൊക്കെ എടുത്ത് കാറൊക്കെ എടുത്ത് നാട്ടിൽ കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ നമ്മളെ പോലുള്ള സാധാരണക്കാരെ വന്ന് പൈസ മേടിച്ച് പോയാൽ നാളെ എനിക്കൊരു പ്രതിസന്ധി വന്നാൽ നീ സീലിംഗ് ആവും, എവിടെയോ ചോദിച്ചാൽ ഫാനിൽ കെട്ടിത്തൂങ്ങേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് നീ ഇങ്ങനെയുള്ള കാര്യത്തിലേക്കൊന്നും പോകരുത് എന്ന് ഉപദേശിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ എൻ്റെ നാട്ടിലെ 90% ആളുകൾ എന്നെ ഉപദേശിച്ചു, ഇത് തെറ്റാണ്, ഇത് മണി ചെയിനാണ്, ഇതൊരു 6 മാസത്തിനപ്പുറത്തേക്ക് പോകൂലെന്ന്. എൻ്റെ നാട്ടിലെ ഉയർന്ന് നമ്മളൊക്കെ കാണുന്ന വലിയ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ പറയും, 6 മാസം അതിൽ കൂടുതൽ പോയാൽ എൻ്റെ പേര് മറച്ചു വിളിച്ചോ, ഞാനും സുലോചന പറയുന്ന കമ്പനി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ പറയുന്ന പണി ഞാൻ എടുക്കുമെന്നൊക്കെ പറഞ്ഞ് എന്നോട് കുറെ ആളുകൾ വെല്ലുവിളിച്ചു. പക്ഷെ 6 മാസം കഴിഞ്ഞു. ഇന്ന് ഞാൻ 6 വർഷമായിട്ട് ഈ മൈ ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനിയിൽ ായി 1 വർഷം ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്തത്. കാരണം ആ 1 വർഷം എൻ്റെ തീരുമാനം എടുക്കാനുള്ള 1 വർഷമായിരുന്നു. കാരണം ഇതിൽ സക്സസ് ആവുമോ, അല്ലെങ്കിൽ എന്നെ പോലെയുള്ള വീട്ടമ്മമാരെ അല്ലെങ്കിൽ സ്ത്രീകളെ ഈ കമ്പനി പരിഗണിക്കുവോ എന്നൊക്കെയുള്ള ആശങ്ക കൊണ്ട് ഞാൻ റീറ്റെയിൽ മാത്രം ചെയ്ത 1 വർഷം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അടുത്ത വർഷം മുതൽ ഞാൻ ശക്തമായി ഏറ്റെടുത്തു. ഒരുപക്ഷെ ജോലി റിസൈൻ ചെയ്യാൻ അവിടെ ഞാൻ പോയ സമയത്ത് അവിടെ പള്ളിയിൽ അച്ഛൻ പറഞ്ഞു, മകളെ നീ 2 വർഷത്തേക്ക് ലീവ് എടുത്തോ, പക്ഷെ നീ ഇത് റിസൈൻ ചെയ്ത് പോയാൽ നിന്റെ കുടുംബം അനാഥാവും. പക്ഷെ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ആ മുന്നോട്ട് വെച്ച കാല് ഞാൻ ഒരിക്കലും പിന്നോട്ട് വെക്കില്ല. ആ തീരുമാനത്തിലാണ് എൻ്റെ സക്സസ് ആരംഭിച്ച്. തുടക്കത്തില് ഒരുപക്ഷെ ആദ്യം കിട്ടിയ വരുമാനം ചെറിയ വരുമാനമായിരുന്നു. റീറ്റെയിൽ ചെയ്ത് നല്ല വരുമാനം ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങളുടെ രാജകുമാരനായിട്ടുള്ള ശ്രീജിത്ത് കണ്ണവം, ഇന്ന് അദ്ദേഹം GTC റാങ്കിലാണ്. അന്ന് അദ്ദേഹം പയ്യന്നൂരിൽ വന്ന് എന്നെ പോലുള്ള സാധാരണക്കാരോട് പറഞ്ഞു, നിങ്ങൾ സ്വപ്നമുള്ളവരായി മാറണം. എന്നെ കേൾക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ സ്വപ്നമുള്ളവരായി മാറണം. സ്വപ്നങ്ങളുടെ പുറകെ പോയാൽ നമുക്കൊരു എനർജി കിട്ടും. പക്ഷേ നമ്മൾ 90% ആളുകളും പോകുന്നത് പ്രശ്നങ്ങളിലേക്കാണ്. പ്രശ്നം പറയും, കാരണം പ്രൊഡക്റ്റ് ചെലവാകുന്നില്ല, ആളുകൾ വരുന്നില്ല, എനിക്ക് അങ്ങനെ വരുമാനം കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും. ഞാൻ തുടക്കത്തിൽ ചിന്തിച്ചത്, പ്രശ്നം പറയുകയാണെങ്കിൽ നമുക്ക് എന്നും പ്രശ്നം വരും. പക്ഷെ സ്വപ്നം പറയുകയാണെങ്കിൽ ലീഡേഴ്സിന് നമ്മളോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും, ഇവരെ വിജയിക്കാൻ വന്നവരാണ്. അങ്ങനെ ഞാൻ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിച്ചു. ആദ്യത്തെ 10 കസേര വാങ്ങി, 2 ടീപ്പോയി വാങ്ങി, 3 ഒരു അലമാര വാങ്ങി, 4 ഒരു ഫോൺ വാങ്ങി, 5 ഒരു ഡൈനിങ് ടേബിളും 6 സ്റ്റൂളും വാങ്ങി, 7 ഒരു ദിവാങ്കോട്ട് വാങ്ങി, പിന്നെ അങ്ങോട്ട് ഒരു കുക്കർ വാങ്ങി, പിന്നെ ഗ്യാസ് അടുപ്പ് വാങ്ങി. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് അടിസ്ഥാനപരമായിട്ട്, ഒരുപക്ഷെ തുടക്കത്തിൽ എൻ്റെ അമ്മ എന്നോട് ഒരുപാട് തവണ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, ഇത് പൊട്ടും
പൊട്ടും. പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന് എൻ്റെ അമ്മ ഞാനില്ലാത്ത സമയത്ത് എൻ്റെ അയൽവക്കക്കാരും എൻ്റെ ബന്ധുക്കളും വന്ന് എൻ്റെ അമ്മയോടും എൻ്റെ അച്ഛനോടും മക്കളോടും ഒരുപാട് നെഗറ്റീവ് പറഞ്ഞു. പക്ഷെ അവരെ മുന്നിൽ വിജയിക്കണമെങ്കിൽ നമ്മുടെ വീട് പോസിറ്റീവ് ആവണം. ഈ ബിസിനസ് ചെയ്യുന്ന നമ്മൾ വീട് പോസിറ്റീവ് ആക്കാതെ നാട് പോസിറ്റീവ് ആക്കാൻ പോയാൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നം. അതുകൊണ്ട് ഞാൻ വീട് പോസിറ്റീവ് ആക്കിയത് എങ്ങനെയാ, ഈ സാധനങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു ഗോളുകൾ സെറ്റ് ചെയ്യാൻ തുടങ്ങി. അന്ന് ചെറിയ ചെറിയ വരുമാനമാണ്. ആ ചെറിയ വരുമാനത്തിൽ ഒതുങ്ങി ആ ഗോള് സെറ്റ് ചെയ്ത് ഇന്ന് ഞാൻ പഞ്ചായത്തിന്റെ സഹായത്തോടെ കിട്ടിയ ഒരു വീട്ടിൽ നിന്ന് ഞാനൊരു വീട് സ്വപ്നം കണ്ടു. അങ്ങനെ 2 നില വീടെടുത്തു. 5 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള 2 നില വീട്ടിൽ നിന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ന് വീട്ടിലെ എല്ലാവിധ ഫർണിച്ചറുകളും അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് കയറി വരുമ്പം എന്തൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു അതൊക്കെ നേടാൻ എനിക്ക് ഈ ബിസിനസ്സിലൂടെ സാധിച്ചു. അതോടൊപ്പം തന്നെ ഒരു വാഹനം ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് എൻ്റെ നാട്ടിലുള്ള 4 കാറാണ്. എൻ്റെ നാട്ടിൽ 74 വീട്ടിൽ 4 കാറാണ്. ആ കാറൊക്കെ നമ്മൾ എന്താ പറയുക, റോഡിലേക്ക് കൂടെ പോകുമ്പോൾ നമ്മൾ ബസ് കാത്തേക്കാൻ നിന്നാൽ നമ്മളൊന്നും കയറ്റുമോ അല്ലെങ്കിൽ നമ്മളോട് വരുന്നോ എന്നൊന്നും ചോദിക്കൂല. കാരണം നമുക്ക് കാറില്ലല്ലോ. അങ്ങനെയാണല്ലോ നമ്മുടെ സമൂഹം. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ അംഗീകരിക്കും, ഇല്ലാത്തവരെ അവരെ അംഗീകരിക്കൂല. പക്ഷെ ഇന്ന് ആ 4 ആളുകൾ ഒന്ന് ബിസിനസ് ചെയ്യുന്നതാണ്, 3 ഗവൺമെന്റ് ജോലിക്കാരാണ്. പക്ഷെ അവർ വാങ്ങിയതിനേക്കാളും 1 രൂപയെങ്കിലും അധികമുള്ള ടാറ്റയുടെ നെക്സോൺ എന്ന കാറ്, 12 ലക്ഷം രൂപയുടെ ടാറ്റയുടെ നെക്സോൺ എന്ന കാറ് വാങ്ങി ഇന്ന് 4 വർഷത്തിലേക്ക് പോവുകയാണ്. 4 വർഷം മുമ്പേ RTC STC റാങ്ക് കഴിഞ്ഞ ഉടനെ ഞാൻ ആദ്യത്തെ കാർ, ചെറിയ കാറ് പ്ലാൻ ചെയ്തപ്പോൾ പ്രിയ സാർ എന്നോട് പറഞ്ഞു, പയ്യന്നൂരിന്റെ ഒരു ഝാൻസി റാണി ഇങ്ങനെ ചെറിയ കാറിലൊന്നും പോയാൽ പോരാ, നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ ഇമേജ് ഇല്ലേ അല്ലെങ്കിൽ ഒരു ക്രൗഡുള്ള വണ്ടി വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നെക്സോൺ എന്ന കാർ എടുത്തത്. അപ്പൊ കാർ എടുത്ത സമയത്ത് കുറെ ആളുകൾ എന്നോട് പറഞ്ഞു, കാർ എടുക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ അതിന്റെ EMI അടക്കണം, അതിന്റെ എണ്ണ അടിക്കണം, ഇതൊന്നും നമുക്ക് മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞ ആളുകളുടെ മുന്നിൽ ഇന്ന് ഞാൻ EMI 4.5 വർഷമായിട്ട് അല്ലെങ്കിൽ 3.5 വർഷമായിട്ട് ആ കാറ് ഞാൻ EMI അടക്കുന്നുണ്ട്, അതിൽ എണ്ണ അടിക്കുന്നുണ്ട്, അതിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഞാൻ അടുത്ത കാറിനെ കുറിച്ച് ഇപ്പൊ സ്വപ്നം കാണാൻ തുടങ്ങി. ഒരു 20-22 ലക്ഷത്തിന്റെ വണ്ടി, അടുത്ത റാങ്ക് CTCയിലേക്ക് പോകണം. ഒരുപക്ഷെ തുടക്കത്തിൽ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ആദ്യം ഞാൻ പെർഫോമൻസ് ബോണസ് ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിൽ അടിച്ചു. രണ്ടാമത് കമ്പനിയുടെ ടീം കോർഡിനേറ്റർ ആയിട്ട് പെർഫോമൻസ് അടിച്ചു. എല്ലാ റാങ്കിലും പെർഫോമൻസ് അടിച്ച വ്യക്തിയാണ് ഞാൻ. അതോടൊപ്പം തന്നെ ടോട്ടൽ ഒരുപക്ഷെ ഈ ബിസിനസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു റാങ്കാണ് നാഷണൽ ടീം കോർഡിനേറ്റർ NTC റാങ്ക് അഡ്വൈസറി ബോർഡ് മെമ്പറാണ്. ഇന്ന് നമ്മുടെ പ്രസാദ് സാർ ഒരു NTC അപ്പോൾ വിളിക്കുമ്പോൾ ഒരു സാധാരണ വീട്ടമ്മ ഇന്ന് പാൻറ്റും കോട്ടും സ്യൂട്ടും ഇട്ട് ആ ഒരു ബിസിനസ് ആറ്റിറ്റ്യൂഡുള്ള അല്ലെങ്കിൽ ബിസിനസ് കാര്യമായിട്ട് ഇന്ന് എൻ്റെ നാട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ പോകുന്ന സമയത്ത്, തുടക്കത്തിൽ എൻ്റെ നാട്ടിലെ കുറെ ആൾ ചോദിക്കും എവിടെയാ പോകുന്നു, എന്താ പറയാ പച്ചമരുന്ന് വിൽക്കാനോ അല്ലെങ്കിൽ വൈദ്യരായിട്ട് പോവുകയാണോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയവരെ മുന്നിൽ ഇന്ന് ഞാൻ എൻ്റെ ഇമേജ് നിലനിർത്തിക്കൊണ്ട് ഇതേ 74 കുടുംബത്തിന്റെ ഉള്ളിൽ സാധാരണ വീട്ടം ഒരു 6 വർഷം സഞ്ചരിച്ചപ്പോൾ ഇന്ന് ഞാൻ വാങ്ങിയത് ടോട്ടൽ 36 ലക്ഷം രൂപയാണ്. നിങ്ങൾ ചിന്തിക്ക്, 6000 രൂപ ഒരു മാസം വരുമാനം വാങ്ങുന്ന വ്യക്തി 12 മാസം കൊണ്ട് 72,000 വാങ്ങും. ആ 72,000 ഇൻറ്റു 5 വർഷത്തേക്ക് അടിച്ചു കൊടുത്താൽ ഒരു 4 ലക്ഷം 5 ലക്ഷം രൂപയാണ് ഞാൻ ആ ശ്രേയസ് ഇതേ സുലോചന വാങ്ങേണ്ടത്. പക്ഷെ ഞാനൊന്ന് മാറി ചിന്തിച്ചപ്പോൾ, ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഇന്ന് എടുക്കുന്ന തൊഴിലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് 10 മടങ്ങാണ് നമുക്ക് മൈലേജ് എന്ന കമ്പനി തരുന്നത്. കാരണം ഞാൻ ആ 4 ലക്ഷം 5 ലക്ഷം രൂപ വാങ്ങേണ്ട ഞാൻ ഒരു തീരുമാനം ഒന്ന് മാറ്റിയപ്പോൾ, ഞാൻ ഒറ്റയ്ക്ക് പണിയെടുത്ത് കിട്ടിയതല്ല ഈ ബിസിനസ്സിൽ വരുമാനം. നമ്മളെല്ലാവരും ഒറ്റയ്ക്കാണ് ഇവിടെ വരുന്നതെങ്കിലും ഇന്ന് എൻ്റെ കൂടെ ആയിരക്കണക്കിന് ആളുകള് എന്താ പറയാ, ഞാൻ അറിയാത്തവരും ഞാൻ അറിയുന്നവരും അവരവരുടെ കുടുംബത്തിലേക്ക് ബിസിനസ് ചെയ്തപ്പോഴേ എനിക്ക് കിട്ടിയ വരുമാനം എന്ന് പറയുന്നത് ആഴ്ച വരുമാനം 2,10,000 ഒരുപക്ഷെ കിട്ടൂല എന്ന് പല ആളുകളും പറഞ്ഞൊരു വരുമാനമാണ്. ഇത് മേലെ ഇരിക്കുന്നവർക്ക് കിട്ടും, താഴെ കിട്ടൂല, ഇതൊന്നും നമുക്ക് ഒരിക്കലും പറയുന്ന വരുമാനമല്ല എന്നൊക്കെ പറഞ്ഞ ബുദ്ധിമാന്മാരുടെ മുന്നിൽ കമ്പനിയുടെ 493-ാമത്തെ വീക്കിൽ 100 സീലിംഗ് അച്ചീവറെ SIT ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ അതിൽ 66-ാമത്തെ സീലിംഗ് അച്ചീവറായി 2,10,000 ആഴ്ച വരുമാനം ഈ ഒരു പള്ളിമുക്കിലെ ഒരു സാധാരണ കുടുംബത്തിലേക്ക് ഒരു വീട്ടമ്മ ഒരു എന്താ പറയാ തീരുമാനമെടുത്തപ്പോൾ കമ്പനിയും ലീഡേഴ്സും എൻ്റെ ടീമും സപ്പോർട്ട് ചെയ്തു എന്നൊറ്റ കാരണം കൊണ്ട് 2,10,000 ആഴ്ച വരുമാനം വാങ്ങി. ആ വരുമാനത്തിൽ നിന്ന് ഞാൻ പ്രിയ സാറിനോ അല്ലെങ്കിൽ എന്നെ പരിചയപ്പെടുത്തിയ ജോമോനോ അല്ലെങ്കിൽ എൻ്റെ മെന്ററായിട്ടുള്ള ബാബുരാജ്
സാറിനോ അല്ലെങ്കിൽ സത്യമാഷിനോ അല്ലെങ്കിൽ സോമകുമാർ സാറിനോ ഒരു രൂപ കൊടുത്തില്ല. പക്ഷെ അവരൊക്കെ ചേർന്നുകൊണ്ടാണ് എനിക്ക് ഈ 2,10,000 വാങ്ങി തന്നത്. ആ ഒരു എന്താ പറയാ കൂട്ടായ്മ, ആ ടീമാണ് സൺ ഇന്റർനാഷണൽ ടീം. ആ ടീമാണ് എന്നെയും നിങ്ങളെയും സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കുന്നതിൽ ഇന്ന് മൈലേഷ്യൽ എന്ന കമ്പനിയിലെ നമ്പർ 1 ടീമാണ് സൺ ഇന്റർനാഷണൽ ടീം. ഈ ടീമിൽ വന്നിട്ടില്ല എങ്കിൽ ഞാനും ഒരു സാധാരണക്കാരിയായി അല്ലെങ്കിൽ കുറച്ച് വരുമാനമൊക്കെ വാങ്ങി പോകുന്ന ആയിരിക്കാം. പക്ഷെ ഇവിടെ കഴിവിനല്ല പ്രാധാന്യം, ഇവിടെ തീരുമാനത്തിനാണ്. ഇവിടെ കഴിവ് വർത്താനം പറയാനോ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാത്ത ആളുകൾക്ക് പോലും ഇവിടെ വരുമാനം കമ്പനി കൊടുക്കുന്നുണ്ടെങ്കിൽ ടീമിന്റെ പവറാണ്, ടീമിന്റെ കൂട്ടായ്മയാണ്. ഇന്ന് സൺ ഇന്റർനാഷണൽ ടീമിൽ SIT പയ്യന്നൂരിൽ ഒരു പക്ഷെ തുടക്കത്തിൽ വന്ന ഒരു ലേഡി പെർഫോമൻസ് അടിച്ചുകൊണ്ട് അല്ലെങ്കിൽ റാങ്ക് അടിച്ചുകൊണ്ട് ഇന്ന് എന്റെ നാട്ടിൽ അല്ലെങ്കിൽ എന്റെ നാട്ടിലെ എന്റെ കുടുംബത്തിലേക്ക് വരുമാനം വാങ്ങുന്നതില് ഞാൻ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് പണിയെടുത്ത് ഒരു ഹാപ്പിനെസ്സോട് കൂടിയാണ്. കാരണം എനിക്കൊരു റിസ്ക് ഇല്ല. 6,000 രൂപ ജോലി ചെയ്യുമ്പോൾ ഒരുപാട് റിസ്ക് ഉണ്ടായിരുന്നു. അക്കൗണ്ട് എഴുതണം, അത് ബോസിനെ ബോധ്യപ്പെടുത്തണം, അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് 6,000 രൂപ ചെക്കിന് വേണ്ടി ഞാൻ 2-3 തവണ ഓഫീസിന്റെ ഡയറക്ടറുടെ ഓഫീസിൽ പോയി നിൽക്കണം. ഇന്ന് മൂന്നാമത്തെ മൂന്നാമത്തെ ബുധനാഴ്ചയും ഞാൻ എന്റെ ബിസിനസിന്റെ 12% എന്റെ IOB അക്കൗണ്ടിൽ 6926 അക്കൗണ്ടിലേക്ക് കമ്പനി ക്രെഡിറ്റ് ചെയ്യുന്ന. നമ്മൾ ഒരാളെടുത്തും തലകുനിക്കണ്ട, ഒരാളോടും നമ്മൾ എന്താ പറയാ യാചിക്കണ്ട. എന്റെ വരുമാനം എടുത്തു എന്ന് കൊറോണ സമയത്തും അല്ലെങ്കിൽ പ്രതിസന്ധി സമയത്തും നിപ്പ വന്നപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ കേരളം എന്ത് പ്രതിസന്ധി നേരിട്ടിട്ടും ഇന്ത്യ എന്ത് പ്രതിസന്ധിയും, പക്ഷെ നമ്മുടെ കമ്പനി നമുക്ക് കൃത്യമായിട്ട് എല്ലാ മൂന്നാമത്തെ ബുധനാഴ്ചയും വരുമാനം എത്തിച്ചു തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്ക്, നമ്മൾ ഹാപ്പിനെസ് ആവണ്ടേ, നമ്മൾ സന്തോഷിക്കണ്ടേ, നമ്മൾ അഭിമാനിക്കണ്ടേ. ഞാനും നിങ്ങളും MI ലൈഫ്സ്റ്റൈൽ എന്ന കമ്പനിയിൽ ആരോ ഒരാള് നമ്മളെ കൊണ്ട് നിർത്തി എന്ന് ഞാൻ പറഞ്ഞില്ല. എന്റെ വീട്ടിലേക്ക് വന്ന 5-11 ജോമോൻ ആ പേസ്റ്റുമായി വരുമ്പോൾ എനിക്കറിയില്ല എന്റെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പേസ്റ്റുമായിട്ട് എന്റെ വീട്ടിലേക്ക് വരുന്നത് എന്ന്. ഇന്ന് ഞാൻ ഓരോ കുടുംബത്തിലേക്കും പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് മനസ്സിലായതുപോലെ എന്നെ കേൾക്കുന്നവർക്കും മനസ്സിലാവണേ തമ്പുരാനെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. കാരണം ഈ ഇൻഡസ്ട്രിയിൽ പല കാരണം കൊണ്ട് നമുക്ക് വിട്ടുപോകാം, പക്ഷേ നമ്മൾ ഇതിലൊരു തീരുമാനം എടുക്കുന്നത് എപ്പോഴും നമ്മളെ കുടുംബത്തിനെ നോക്കിയായിരിക്കണം. ഈ കമ്പനി ഓക്കെയാണ്, പ്രൊഡക്റ്റ് ഓക്കെയാണ്, അപ്ലൈ ലീഡർ നമ്മളില്ലെങ്കിലും അതൊക്കെ റണ്ണിങ് ആവും. പക്ഷെ നമ്മൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ, എന്റെ ഒരു 5 വർഷത്തെ ഇത്രയും സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന 5 വർഷം കൊണ്ട് എല്ലാ ആഴ്ചയും 210 വാങ്ങും. 2030 1 ലക്ഷം ആളുകളെ സാക്ഷി നിർത്തി പ്രസാദ് സാർ ഒരു പ്രോഗ്രാം തീരുമാനിച്ചപ്പോൾ അവിടെ ITC എന്ന റാങ്കിൽ ഞാൻ ഉണ്ടാകും. അതോടൊപ്പം തന്നെ എനിക്ക് ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പം എനിക്ക് എന്താ പറയാ, ഞാനൊരു വീട്ടമ്മയാണ് എന്നും അല്ലെങ്കിൽ എനിക്കൊരു പ്രായമായ സ്ത്രീയാണ്, ഞാനൊരു 53 വയസ്സായി. പക്ഷെ ഇതൊക്കെ എന്റെ മനസ്സിൽ എന്റെ നാട്ടുകാരുടെ മുന്നിൽ ഒരു 53 വയസ്സായ സുലോചനയാണ്. പക്ഷെ സൺ ഇന്റർനാഷണൽ ടീമില് MI ലൈഫ്സ്റ്റൈലില് ഞാനൊരു 25 വയസ്സിന്റെ ചുറുചുറുക്കിൽ ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ I am the best. എനിക്ക് മറ്റുള്ളവർ എന്നെ കാണുന്നത് എങ്ങനെയാണെന്നോ, മറ്റുള്ളവർ ചിന്തിക്കുന്നത് നമ്മുടെ പ്രശ്നമാണല്ലോ. മറ്റുള്ളവരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിച്ചാലും വിചാരിച്ചിട്ടില്ലെങ്കിലും ഞാൻ I am the best. ഞാൻ ബെസ്റ്റ് ആണ് എന്ന് എനിക്ക് ചിന്തിച്ചാൽ ഞാൻ പോസിറ്റീവ് എനർജി ഉള്ളവരായി മാറും. പക്ഷേ എന്റെ പരിമിതിയെ കുറിച്ച്, എന്റെ പോരായ്മയെ കുറിച്ച് ഞാൻ ചിന്തിച്ചാൽ ഞാൻ അവിടെ തളർന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. ആ തളർന്നാൽ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ, ഞാനോ നിങ്ങളോ ഈ കുടുംബത്തിലെ ഇന്ന് വരുമാനം കൊണ്ട് തരുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, എന്റെ അച്ഛൻ 80 വയസ്സായി, അമ്മക്ക് 74 വയസ്സായി, എന്റെ മോള് കല്യാണം കഴിഞ്ഞു പോയെങ്കിലും എന്റെ മോൻ അതുപോലെ എന്റെ അനിയത്തി ഒരു ആകസ്മികമായ ഒരു 6 വർഷം മുമ്പ് ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടപ്പോൾ അവളുടെ 2 മക്കൾ ഇന്ന് എന്റെ കൂടെയുണ്ട്. മൂത്ത കുട്ടി 26 വയസ്സായി, അവൾ ഇന്ന് ഡോക്ടറാണ്. രണ്ടാമത്തെ കുട്ടി ഡിഗ്രി കഴിഞ്ഞ ഒരു കോഴ്സിന് ചേർന്നു. മൂത്ത മകളുടെ കല്യാണം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ നാഥ ഞാനാണ്. വേറൊരാൾ എന്റെ വീട്ടിലില്ല, വേറെ വരുമാനം എന്റെ വീട്ടിലില്ല. അപ്പൊ ഞാൻ ചുറുചുറുക്കോടെ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ എന്റെ വീട് അനാഥമാവും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇന്നെടുക്കേണ്ട തീരുമാനം, നിങ്ങൾ ഇവിടെ ഉണ്ടാവുക. തുടക്കത്തിൽ കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ട്. നമ്മളൊന്ന് പഠിച്ചു വരുന്നവരെ ഞാൻ ചിന്തിക്കും, മറ്റെല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പണി കൂടുമ്പോഴാണ് വരുമാനം നമുക്ക് ശമ്പളത്തിൽ കൂട്ടിത്തരുന്നത്. പക്ഷെ ഇവിടെ പണി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇന്ന് പോയിട്ടില്ല എങ്കിലും എന്റെ ടീം
പല സ്ഥലത്തിലും റിക്രൂട്ട്മെന്റിന് പോവും, 1 to 1 പോവും, ഹോം മീറ്റിംഗ് എടുക്കും, റീറ്റെയിൽ ചെയ്യും, റീപർച്ചേസ് ചെയ്യും. ഇതൊക്കെ അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കാരണം ഇതൊരു സിസ്റ്റമാണ്. ഇവിടെ വ്യക്തിക്കല്ല പ്രാധാന്യം, ഇവിടെ ഒരു സിസ്റ്റമാണ്. ഒന്ന് നിന്ന് കൊടുത്താൽ മതി, ആ സിസ്റ്റം നമ്മളെ റണ്ണിങ് ആക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും MLS എന്ന കമ്പനിയിൽ ഒരു 10 ID നമ്പർ തന്നു. ഈ ID നമ്പർ തുടക്കത്തിൽ എനിക്കറിയില്ല, നമുക്ക് എല്ലാവർക്കും ഫോൺ നമ്പർ കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഇന്ന് പല ആളുകൾക്ക് ID നമ്പർ അറിയില്ല. കാരണം അതിന്റെ വില നമുക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തുടക്കത്തിൽ ജോമോന്റെ കയ്യിലായിരുന്നു എന്റെ എല്ലാ കാര്യവും. പക്ഷെ ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചത്, എന്റെ വീടിന്റെ താക്കോല് ഞാൻ സൂക്ഷിക്കുകയാണെങ്കിൽ അല്ലേ എനിക്ക് കൃത്യസമയത്ത് തുറക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ നമ്മൾ ID നമ്പർ നമ്മൾ തുറക്കുക, നമ്മുടെ ബിസിനസിനെ കുറിച്ച് നമ്മൾ പഠിക്കുക. ഒരുപക്ഷെ നമുക്ക് 1 സൈഡിൽ കുറച്ച് ടേൺ ഓവർ ഒക്കെ വന്നിട്ടുണ്ടാവും. 2 സൈഡിലേക്ക് അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് നമ്മൾ കുറച്ച് ആളുകളെ റെക്കമെൻഡ് ചെയ്ത് അതിന്റെ വരുമാനം നമ്മൾ വാങ്ങുക. എത്ര വാങ്ങണം എന്ന് ആരാ തീരുമാനിക്കേണ്ടത്? നമ്മളാണ്. ഒരിക്കലും കമ്പനി അല്ല തീരുമാനിക്കേണ്ടത്, അപ്ലൈ ലീഡർ അല്ല. ഞാൻ പ്രിയ സാർ എന്റെ നാട്ടിലേക്ക് തുടക്കത്തിൽ വരുമ്പോൾ അയാൾ അധികം വണ്ടി ഇറക്കുമ്പോൾ ഞാൻ കക്കൂസ് കയറി ഒളിച്ചു വെക്കും. കാരണം ഇയാൾ വന്നാൽ എന്നെ കാണാതിരിക്കണം എന്നാണ് എന്റെ പ്രാർത്ഥന. അദ്ദേഹം പോകുന്നത് വരെ ഞാൻ കക്കൂസിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം എന്നെ വിടാതെ പിടിച്ച് ഒരു 9 മാസക്കാലം ഒരു കയ്യില്ലാത്ത കസേരയിൽ ഒരുപക്ഷെ പ്രിയ സാർ എന്റെ കളത്തിൽ ഇരുന്നിട്ടുണ്ട്. കാരണം എന്തിനാ ചോദിച്ചാൽ, ഞാൻ വിചാരിക്കും ഇയാൾ എന്തിനാ വയനാട്ടിൽ എന്നെ കാണാൻ വരുന്നത്, ഇയാൾക്ക് എത്ര ആളെ കാണാൻ പോകാനുണ്ട്, എന്തിനാ എന്നെ കാണാൻ വരുന്നത്? അപ്പം ഞാൻ അതാണ് ചിന്തിച്ചത്. പക്ഷെ അദ്ദേഹം ചിന്തിച്ചത്, സുലോചന മാഡത്തിന് കുറച്ച് കഴിവുണ്ട്, അവർ കുറച്ച് പൊതുബന്ധമുള്ള വ്യക്തിയാണ്, അവർക്ക് ഈ ബിസിനസ് ഒന്ന് മനസ്സിലായാൽ ഞാനും രക്ഷപ്പെടുക, അവരും രക്ഷപ്പെടും. ഇന്ന് അദ്ദേഹം എല്ലാ അച്ചീവ്മെന്റ് നേടിയതും ഒരുപക്ഷെ പയ്യന്നൂരിൽ ഞങ്ങളെ വന്ന് കണ്ടതിന് ശേഷമാണ്. അദ്ദേഹം ഇന്ന് കാണുന്ന എല്ലാ മാറ്റങ്ങളിലേക്ക് എത്തിച്ചത് ഞങ്ങളെ മാറ്റിക്കൊണ്ടാണ്. കാരണം മേലെ ഇരിക്കുന്ന ഓരോ ഇപ്പൊ സത്യമാഷെ WTCയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പ്രസാദ് സാറ് ഡയമണ്ടിലേക്ക് പോകുന്നു. ഇവരൊക്കെ പോകുമ്പോൾ അവരെ കൂടെ നിന്ന എല്ലാവരും അടുത്തടുത്ത റാങ്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒറ്റയ്ക്ക് വിജയിക്കുന്ന ഒരു എന്താ പറയുക സ്ഥലത്തല്ല നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾക്ക് അതിന് കുറച്ച് ആളുകളെ കാണുക. നമ്മൾ എന്താണ് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഒന്ന്, നമ്മളൊരു സമയം വെച്ചല്ല ഇവിടെ വർക്ക് ചെയ്യേണ്ടത്. 8 മണി മുതൽ അല്ലെങ്കിൽ 9 മണിക്ക് ഓഫീസിൽ പോകുന്നവരെ 5 മണി വരെ അല്ല. നമ്മൾ കാണാൻ പോകുന്ന ആളുകളുടെ സമയം എപ്പോഴാണോ അവിടെ ആ സമയത്ത് അദ്ദേഹത്തെ കാണാൻ പോവുക, അദ്ദേഹത്തിനോട് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുക. എന്നിട്ട് രണ്ടേവത്തിന്റെ കാര്യമൊന്നുമല്ല നമ്മൾ തുടക്കത്തിൽ പറയേണ്ടത്, നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുക. ഇന്ന് ലോകത്തില് ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്നതാണ് ജീവിതശൈലി രോഗങ്ങൾ. ഈ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാണ് നമ്മുടെ എന്താ പറയാ എലമെന്റ്സ് എന്ന ബ്രാൻഡിലൂടെ, ഓൺ ആൻഡ് ഓൺ എന്ന ബ്രാൻഡിലൂടെ, ആ ബ്രാൻഡിലൂടെയുള്ള പ്രൊഡക്റ്റുകളെല്ലാം നമ്മുടെ സാധാരണക്കാരായ ആളുകൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് വലിയ ഒരു ബാധ്യത ഒഴിവാകുകയാണ്. കാരണം ഒരു അറ്റാക്ക് വന്ന് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയാൽ ലക്ഷങ്ങൾ അവിടെ കെട്ടിവെക്കണം, അല്ലെ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ. പക്ഷെ ഇവിടെ വെൽഹാർട്ട് കൊടുക്കുകയാണെങ്കിൽ ആ വെൽഹാർട്ടിലൂടെ അദ്ദേഹത്തിന് കിട്ടുന്ന റിസൾട്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിയില്ല, കൊടുക്കുന്ന നമ്മൾക്കറിയാം. അതുകൊണ്ട് നമ്മൾ പ്രൊഡക്റ്റ് നന്നായിട്ട് റെക്കമെൻഡ് ചെയ്യുക. ആ റെക്കമെൻഡ് ചെയ്യുന്ന വ്യക്തിക്ക് റിക്രൂട്ട്മെന്റ് കൊണ്ടുവരിക. കാരണം റിക്രൂട്ട്മെന്റ് എന്താ, ഏതൊരു കമ്പനിയും ഏതൊരു ബിസിനസ്സിലും റിക്രൂട്ട്മെന്റിലൂടെയാണ് നമുക്കൊരു പാസീവ് ഇൻകം കിട്ടുന്നത്. ഇവിടെ ഞാനും നിങ്ങൾ ജോലി ചെയ്യുന്നത് ഇന്നത്തെ ഈ ഒരു തലമുറക്ക് വേണ്ടിയിട്ടല്ല ഈ ബിസിനസ് ചെയ്യുന്നത്, നമ്മുടെ 3 തലമുറക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ എന്ത് വേണം, ഒരു ടീം ഉണ്ടാവണം. നമ്മൾ ബിസിനസ് ഒരിക്കലും ബിൽഡ് ചെയ്യേണ്ട, ബിസിനസ് ഇവിടെ ഓക്കെയാ, കമ്പനി ഓക്കെയാ, പ്രൊഡക്റ്റ്, നമ്മൾ എന്താ ബിൽഡ് ചെയ്യേണ്ടത്, നമ്മൾ ടീമിനെയാണ് ബിൽഡ് ചെയ്യേണ്ടത്. ഈ ടീമിനെ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തുണ്ട്, ഫീൽഡില് നമ്മുടെ ബന്ധുക്കള്, നമ്മുടെ സുഹൃത്തുക്കള്, നമ്മുടെ കൂടെ പഠിച്ചവര്, ഇവരിലേക്കൊക്കെ ഈ ബിസിനസ് അവസരം ഒന്ന് എത്തിക്കുക. ഈ എത്തിക്കണമെങ്കിൽ നമുക്കൊരു സ്കിൽ ഉണ്ടാവണം. അതിനാണ് നമ്മൾ GTS അറ്റൻഡ് ചെയ്യണം. നമ്മൾ ഒരാഴ്ച GTS പോയാൽ ചില ആൾക്കാർ പിന്നെ 4 ആഴ്ച പോകില്ല, കേട്ടതന്നെയല്ലേ കേട്ടോണ്ടിരിക്കണ്ട്. പക്ഷെ ഞാനൊക്കെ തുടക്കത്തിൽ ഇത് മനസ്സിലായ ശേഷം ഒരു GTS പോലും എന്നെ കാണാത്ത ഒരു ലീഡറും SIT ഉണ്ടാവില്ല. കാരണം ഞാൻ മുന്നിലത്തെ കസേരയിരിക്കും, ഞാൻ എന്തെങ്കിലും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും, ഞാൻ എക്സ്പീരിയൻസ് പറയും. പിന്നെ കുറെ കാലം ഞാൻ മുന്നിലിരുന്ന വ്യക്തി പിന്നെ ഞാൻ സ്റ്റേജിലേക്ക് വരാൻ തുടങ്ങി. പിന്നെ ഞാൻ എനിക്ക് കിട്ടാത്ത ഒരു അംഗീകാരം SIT പയ്യന്നൂരിലില്ല. ഏത് ലീഡേഴ്സ് കൺക്ലൂഡിങ്ങിന് വന്നാൽ എന്തെങ്കിലും ഒരു അംഗീകാരം ഞാൻ വാങ്ങും. അപ്പൊ എന്നെ ദിലീപ് മുണ്ടുപറിക്കും, നിങ്ങൾക്കറിയില്ലേ, തിളക്കത്തില് ദിലീപ് മുണ്ടുപറിക്കും ഇങ്ങനെ പിടിക്കുന്നുണ്ടല്ലേ. ഇങ്ങനെ എന്നെ ഇങ്ങനെ വട്ടമിട്ടിട്ട് ശ്രീ സാറും പ്രസാദ് സാറും സോമകുമാർ സാറും സത്യമാഷോ ഇന്ന് അവരോടൊപ്പം ഒരു ഷൺസൈൻ എന്ന പ്രോഗ്രാമിലൊക്കെ അവിടെ എത്തിയപ്പോ ഞാനെന്ന വ്യക്തിയുടെ മാറ്റം ഒരുപക്ഷെ ആ ലീഡേഴ്സ് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു 150 രൂപയുടെ സാരിയൊക്കെ എടുത്ത് സാധാരണക്കാരിയായിട്ട് പോയൊരു
സുലോചന ഇന്ന് സ്വപ്നങ്ങളുടെ പുറകെ പോയി, ലക്ഷ്യങ്ങളുടെ പുറകെ പോയി. ആ സ്വപ്നവും ലക്ഷ്യവും ഒന്നിച്ചായപ്പോൾ എന്തായി, ഫുള്ള് പോസിറ്റീവായി. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു ഓൺലൈൻ മീറ്റിങ്ങിൽ ഒരു പരിമിതി ഉണ്ടല്ലേ. നമ്മൾ ഓഫ്ലൈനിലാണെങ്കിൽ നേരിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനോ നേരിട്ട് കാണാനോ ഒക്കെ സാധിക്കും. പക്ഷേ വെർച്വൽ സ്ക്രീനിലാകുമ്പോൾ ഒരുപക്ഷെ ഇവിടെ ഉള്ളവർ പല ആളുകളും അടുക്കളയിൽ ദോശ ചൂടുന്നുണ്ടാവാം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ നിങ്ങളോടൊപ്പം എന്താ പറയാ, നൂറുകണക്കിന് ആളുകൾ വിജയിപ്പിക്കാൻ നമ്മളെ കൂടെ വരും. അതിൽ ഞാനും പെടും. നിങ്ങളോടൊപ്പം എന്നും നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ എത്തുമ്പോൾ എന്നെ ആ റാങ്കിൽ എത്തിക്കാൻ റോയൽ ബറ്റാലിയന്റെ ടീമും SITയുടെ ടീമും ഒക്കെ എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്, ഒരുപാട് കരുതിയിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്ക് തുടക്കത്തിൽ ഒരു ഫോൺ നോക്കാൻ എനിക്കറിയില്ല, അല്ലെങ്കിൽ അതിലൊരു മെസ്സേജ് ഇടാൻ എനിക്കറിയില്ല, അല്ലെങ്കിൽ ഐഡിയ അടിക്കാൻ എനിക്കറിയില്ല. പക്ഷെ ഇന്ന് അതൊക്കെ പഠിപ്പിച്ചത് എന്നോടൊപ്പം കുറെ സഹോദരന്മാര് കൂടപ്പറപ്പിനെ പോലെ എന്നെ കരുതി അവരെന്നെ പഠിപ്പിച്ച് ഇന്ന് ഞാനൊരു ബിസിനസ്സുകാരിയായി മാറിയിട്ടുണ്ട്. നാളെ നിങ്ങളെയും പഠിപ്പിക്കാനും നിങ്ങളോടൊപ്പം വന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തരാനും എന്നോടൊപ്പം ഉള്ള ഒരുപാട് ലീഡേഴ്സ് നിങ്ങൾക്കുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഒരുപക്ഷെ ഇന്ന് നമ്മുടെ റിക്രൂട്ട്മെന്റിന് നമുക്കൊരു ഓഫറൊക്കെ നമ്മുടെ ലീഡേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ ഒരു 5000 രൂപ വെച്ച് പർച്ചേസ് ചെയ്യുന്ന, റിക്രൂട്ട്മെന്റ് ചെയ്യുന്നവർക്ക് ഒരു എന്താ പറയാ, ലക്കി ഡ്രോ കൂപ്പൺ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. കാരണം നമുക്ക് പുട്ടിന് തേങ്ങയിടുന്ന പോലെ നമ്മുടെ ലീഡേഴ്സ് ചെയ്യാറ്. കാരണം പുട്ടിന് തേങ്ങയിടുമ്പോൾ എന്താണ്, നല്ല നല്ല കഷ്ണം പുട്ട് കിട്ടും അല്ലെ. അതുപോലെ നമ്മുടെ ലീഡേഴ്സ് റിക്രൂട്ട്മെന്റ് കമ്പനി പറയുന്ന ഒരു സിസ്റ്റമാണ്. പക്ഷെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഒരു കൂപ്പൺ കൂടി, ഒരു സമ്മാനം കൂടി കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇരട്ടി മധുരമാ. ആ സമ്മാനം ലീഡേഴ്സ് നമുക്ക് ഒരുക്കി തരുമ്പോൾ അവരുടെ റിസ്കിലാണ് നമുക്കത് തരുന്നത്. പക്ഷെ ആരാ വിജയിക്കുന്നത്? ഞാനും നിങ്ങളോ വിജയിക്കുന്നത്. തുടക്കത്തിൽ ബാബുരാജ് സാർ ഒരുപാട് സമ്മാനം ഓഫർ ചെയ്തിട്ടുണ്ട്. ഈ സമ്മാനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ആ സമ്മാനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് ഞാൻ എന്തായി, പെർഫോമൻസ് അടിച്ചു, റാങ്ക് അടിച്ചു, വരുമാനം വാങ്ങി, ഇന്ന് ഈ ലെവലിലേക്ക് എത്തി. പക്ഷെ അന്ന് ആ സമ്മാനം വാങ്ങാതെ മാറി നിന്നവരൊന്നും ഒരുപക്ഷെ ഇന്ന് ഇല്ല. കാരണം അവരെന്താ പറഞ്ഞത്, അയ്യോ പൈസ ഇടണ്ടേ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ആളുകളെ ചേർക്കണ്ടേ, ഇതൊന്നും എനിക്ക് പറ്റൂല. പക്ഷെ അവരൊക്കെ ഇന്ന് തൊഴിലുറപ്പിന് പോകുന്നുണ്ട്, ടൈലറിംഗ് പീടിയെ പോകുന്നുണ്ട്, സെയിൽസ് ഗേളായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അവരുടെ മുന്നിൽ ഇരുന്ന് ഞാനൊരു എന്താ പറയാ, പൈസ ഒന്നും കൊണ്ട് പോകണ്ടല്ലേ. ഷോപ്പിലേക്ക് നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ പോയാൽ നമ്മൾ ഗൂഗിൾ പേയാ. പക്ഷെ അവരൊക്കെ എന്നെ നോക്കി നിൽക്കാറുണ്ട്. കാരണം സുലുവിന്റെ ഒരു മാറ്റം നോക്കണേ, ഞാനും ഇവിടെ കൂടെ പണ്ട് ഉണ്ടായതല്ലേ, ഞാനും അതുപോലെ നിൽക്കണമായിരുന്നു. പക്ഷേ എല്ലാവർക്കും നിൽക്കുന്ന ഒരു സ്ഥലമല്ല ഡയറക്ട് സെല്ലിങ്. എല്ലാവരും വിജയിക്കുന്ന ഒരു സ്ഥലമല്ല ഡയറക്ട് സെല്ലിങ്. ഇതില് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പഠിക്കാനും അതൊക്കെ മനസ്സിലാക്കാനും നമ്മളൊന്ന് തയ്യാറായാൽ ഈ റിക്രൂട്ട്മെന്റിലൂടെ നിങ്ങൾ 5000 രൂപ വെച്ച് പർച്ചേസ് ചെയ്യുന്ന റിക്രൂട്ട്മെന്റ് കൊണ്ടുവന്നാൽ ഈ ലക്കി ഡ്രോ ആര് വാങ്ങുന്നുവോ അവര് സക്സസ് ആയിരിക്കും. പക്ഷെ അതിന്റെ നെഗറ്റീവ് നോക്കി എനിക്കത് പറ്റൂല, എന്റെ കൂടെ ആരും വരുന്നില്ല എന്ന് ചിന്തിച്ചാൽ നമ്മൾ അവിടെ വഴിയിൽ നിൽക്കും. അതുകൊണ്ട് നിങ്ങൾ ആരും വഴിയിൽ നിൽക്കേണ്ടതല്ല, ഞാനും വഴിയിൽ നമ്മൾ ഓടേണ്ടവരാണ്. ആ മത്സരത്തിൽ ഞാനും നിങ്ങൾ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമ്പോൾ നമ്മളെ കുടുംബത്തിലെ 3 തലമുറ കൃത്യമായിട്ട് കമ്പനി വരുമാനം തരും എന്നതിന്റെ തെളിവാണ് നമ്മുടെ PV അശോക് സാറിന്റെ ഭാര്യ, അതുപോലെ ഷീജൻ സാറിന്റെ ഭാര്യ. ഇന്ന് അവരൊക്കെ ഡയമണ്ട് ഷിപ്പിൽ നിന്ന് അവരുടെ കുടുംബത്തിലേക്ക് ലക്ഷങ്ങളാണ് വരുമാനം കൊടുക്കുന്നത്. ഇത് മുന്നേ നടന്ന ആളുകൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നടന്ന വഴിയിലൂടെ ഞാനും നിങ്ങൾ സഞ്ചരിച്ചാൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തും. അതിന് ആയുസ്സും ആരോഗ്യവും ദൈവം തരും. അത് ദൈവം മാത്രമല്ല, മലേഷ്യയിൽ കമ്പനിയും തരുന്നുണ്ട്. കാരണം ഹെൽത്ത് ആൻഡ് വെൽത്ത്, നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മുടെ വരുമാനം ഹെൽത്ത് തരുന്നതോടൊപ്പം നമുക്ക് ഇൻകവും തരുന്നുണ്ട്. ഈ രണ്ടും കിട്ടുകയാണെങ്കിൽ നമ്മൾ സമാധാനത്തോടു കൂടി, നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാം. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും തയ്യാറാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്തൊരു മീറ്റിംഗ് എനിക്ക് 9:30 ഒരു ടീം മീറ്റിംഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിന് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ പറയാ, ഫുൾ എക്സൈറ്റഡ് ആണ്. എനിക്ക് ഒരു മടിയോ അല്ലെങ്കിൽ എനിക്കൊരു ക്ഷീണമോ അല്ലെങ്കിൽ എനിക്ക് എന്താ പറയാ ഒരു വേവിലാതി എനിക്കില്ല. കാരണം സൺ ഇന്റർനാഷണൽ ടീമില് ഒരു ഡയമണ്ട് ഷിപ്പിലേക്ക് എത്താൻ എന്ത് വേണമെന്ന് ഞാൻ ഇന്നേ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഞാൻ അതിനു വേണ്ടി ഡയമണ്ടിൽ എത്തുക എന്നതാണ് ഞാൻ കാണുന്ന സ്വപ്നം. ITC ഒക്കെ വരും, WTC വരും, CTC വരും, അതൊക്കെ വരും. പക്ഷെ ഒരു ഡയമണ്ട് ആവുമ്പോൾ ഒരു 70 വയസ്സ് വരെയൊക്കെ ദൈവം 70 വയസ്സെന്ന് ഒരു 90-100 വയസ്സ് വരെയൊക്കെ ഞാൻ ജീവിക്കും. കാരണം എന്റെ ഫുൾ എനർജി ഉള്ള വ്യക്തിയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു ഡയമണ്ട് ഷിപ്പിലൊക്കെ നിന്ന് എൻ്റെ നാട്ടില് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വീട്, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടി, എൻ്റെ കൂടെയുള്ളവരൊക്കെ വന്ന് അന്നത്തെ ദിവസം പറയണം,
സുലോചന മാഡമാണ് അല്ലെങ്കിൽ സുലോചന ചേച്ചിയാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരി എന്ന് പറയുന്ന രീതിയിലേക്ക് വരാനുള്ള ഒരു അവസരത്തിലേക്കാണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അധികമൊന്നും സംസാരിക്കുന്നില്ല. എന്തായാലും ഇന്നത്തെ ഈ ഒരു വെർച്വൽ സ്ക്രീനിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിന്റെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനോടും മെന്റർമാരായിട്ടുള്ള സത്യമാഷോടും സോമകുമാർ സാറിനോടും പ്രിയേഷ് സാറോടും പ്രസാദ് സാറോടും അതോടൊപ്പം നമ്മുടെ ഓരോ ലീഡേഴ്സിനോടും നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങൾ എന്നെ ക്ഷണിച്ചതിന് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ എന്താവശ്യത്തിനും എന്നെ വിളിച്ചാൽ ഞാൻ ആ സമയത്ത് എത്തും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തായാലും നിങ്ങൾ വിളിക്കുന്ന ഡേറ്റിൽ എന്തായാലും ഞാൻ വന്ന് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരും. അതുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് വിജയിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ നിങ്ങൾ കേട്ടതിന്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും സമയം എന്നെ കേൾക്കാനിരുന്നതിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു, MI ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനിയും സൺ ഇന്റർനാഷണൽ ടീമും ഒക്കെ നമുക്ക് വേണ്ടി ഈ പ്ലാറ്റ്ഫോം ഒരുക്കി തന്നത് നിങ്ങളെ പോലുള്ള ആളുകളെ സാധാരണക്കാരിൽ നിന്ന് അസാധാരണക്കാരനാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് നമ്മൾ കുറച്ച് കഠിനാധ്വാനം ചെയ്യണം. 5 വർഷം ചെയ്യേണ്ട പണി 50 വർഷം ചെയ്യേണ്ട പണി 5 വർഷം കൊണ്ട് ഇവിടെ പൂർത്തിയാക്കിയാൽ നമ്മൾ സക്സസ് ആവും. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് മലേഷ്യൻ മാർക്കറ്റിംഗ്. താങ്ക് യു.